ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക ആദർശിനെ വണ്ടി ഇടിപ്പിക്കുന്നുണ്ട് കേട്ടോ. വേണുവിനെ കൊണ്ട് ഗുണ്ടകളെയൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ ആദർശിനെ വണ്ടി ഇടിപ്പിക്കുന്നത്. ഇങ്ങനെ ആദർശിനെ വണ്ടി ഇടിപ്പിക്കുന്നത് അനാമികയുടെ ചെറിയൊരു പ്രതികാരം കേട്ടോ. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. അങ്ങനെ നയന ഹാളിൽ കൂടി പോകുമ്പോൾ അനാമിക ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനേനെ കാല് വെച്ച് തള്ളിയിടുന്നുണ്ട്. നയന പാവം ഹാളിലോട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നയന ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടി ഓടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓടി വരുമ്പോൾ എല്ലാവരും ഒരുപാട് അനാമിക വഴക്കും പറയുന്നുണ്ട്. അനാമികയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് എന്തിൻ്റെ സുഖേടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഒരുപാട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇതെങ്ങാനും നന്ദു അറിഞ്ഞെങ്കിൽ നന്ദു നിന്നെ വെച്ചേക്കുമല്ല, നീ ഒരു പെണ്ണായ അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ജീവനോടെ വിട്ടേക്കുന്നത്. അല്ലെങ്കിൽ നന്ദു നിന്നെ അടിച്ച് നിൻ്റെ പരിപ്പിളക്കിയേനെ. നിനക്ക് കിട്ടിയതൊന്നും പോരെ, നീ പിന്നെയും എന്തിനാ നയനേനെ ഉപദ്രവിക്കുന്നത്? ഇനി നന്ദു ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, ഇനി എൻ്റെ കയ്യിൽ നിന്നായിരിക്കട്ടും നിനക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഒത്തിരി ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനിയും കിടന്ന് ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അനാമിക ചാടിത്തുള്ളി അങ്ങനെ അനാമികയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് രേവതിയോടും വേണുവിനോടും അനാമിക കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്ര പെട്ടെന്ന് വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ നയനേനെ തള്ളിയിട്ടതാന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. പക്ഷേ അനാമിക പറയുന്നുണ്ട്, തള്ളിയിട്ടത് കഴിഞ്ഞപ്പോൾ നയന ഒത്തിരി ഒച്ചപ്പാടുണ്ടാക്കിയെന്നും അങ്ങനെ എല്ലാവരും വന്നെന്നും അങ്ങനെ ആദർശും ദേവാനിയും അനാമികനും ഒത്തിരി വഴക്ക് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. അങ്ങനെ അനാമിക വേണുവിനോട് പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ആദർശിനെ ശരിയാക്കണം, അതിനെന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം. ആദർശ് ഇന്ന് ഓഫീസിൽ പോകുമ്പോൾ ആദർശ് തിരിച്ചു വരുന്നത് നല്ല വൃത്തിക്കായിരിക്കരുത്, എന്തെങ്കിലും അവന് പറ്റണം, അതിന് അച്ഛനെയും കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോൾ എന്തേ പറയുന്നത്, ഇപ്പം അതിനെ കൊണ്ടൊന്നും എന്നെ പറ്റില്ല, കാരണം ഇനി ഗുണ്ടകളൊക്കെ ഇറക്കണമെങ്കിൽ നല്ല ലക്ഷക്കണക്കിന് പൈസ ചിലവാകും, അതിന് ഈ ലക്ഷക്കണക്കിന് പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ, പിന്നെ നമ്മൾ ആദർശിനെ എന്ത് ചെയ്യാനാകാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അനാമികയാണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും ഒരു 5-6 പവൻ്റെ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ നോക്ക്, ഇതുപോരെ, ഇതുകൊണ്ട് എന്തായാലും അവനെ ശരിയാക്കാൻ പറ്റും, അവരിറങ്ങുകയും ചെയ്തോളും, അച്ഛന് ഇത് വിറ്റിട്ട് അതുകൊണ്ട് ആ പൈസ ഗുണ്ടകൾക്ക് കൊടുക്കുക, അങ്ങനെ അവർ ആദർശിനെ ശരിയാക്കിക്കോളും. ഇന്ന് എന്തായാലും നയനയില്ല, നയന വീണിട്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ്, പറ്റുന്നില്ല എന്നും പറഞ്ഞ് കിടക്കുകയാണ്. എന്തായാലും ഇന്ന് ആദർശ് ഒറ്റയ്ക്കേ ഉള്ളൂ, ആദർശിനെ ഇന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, എന്തായാലും കൊല്ലുമൊന്നും വേണ്ട, തളർന്ന് കിടന്നാൽ മാത്രം മതി, അങ്ങനെ കുറച്ച് കാലം തളർന്ന് കിടക്കുകയും പിന്നെ ചട്ടി എഴുന്നേക്കുകയൊക്കെ ചെയ്യട്ടെ, അതൊന്നും എനിക്ക് നേരിട്ട് കാണണം, ഇനി മേലെ അവനെന്നെ ഒന്നും പറയാൻ വരരുത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊള്ളാം, എന്തായാലും മോള് വീട്ടിലോട്ട് പോക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ വേണു പറയുന്നത് കേട്ടിട്ട് അനാമിക നേരെ തിരിച്ച് അനന്തപുരിയിലോട്ട് പോവുകയാണ്. ആദർശ് എന്തായാലും ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശ് ചേട്ടാ ഞാനും വരുന്നുണ്ട്. എന്നാൽ ആദർശ് ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. ആദർശ് പറയുന്നുണ്ട്, നീ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കുക, ഇന്ന് എന്തായാലും ഓഫീസിലോട്ട് വരണ്ട. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശ് ചേട്ടാ ഞാൻ എന്തായാലും ഓഫീസിലോട്ട് വരുന്നില്ലല്ലോ, എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം, ആദർശ് ചേട്ടനെ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. അങ്ങനെ ആദർശും നയനയും കൂടെ പോകാൻ ഒരുങ്ങുകയാട്ടോ. അനാമികയ്ക്കാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ നല്ല ടെൻഷൻ ആകുന്നുണ്ട് കേട്ടോ. കാരണം ആദർശ് ഒറ്റയ്ക്കേ ഉള്ളൂ എന്നാണ് അനാമിക വിചാരിച്ചത്, പക്ഷേ ഉണ്ട് കൂടെ നയനയും പോകുന്നു. അപ്പോഴേക്കും അനാമിക ആകെ ടെൻഷനിൽ വേണുവിനെ വിളിക്കുകയാണേ. എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട്, അച്ഛാ കൂടെ നയനയും പോകുന്നുണ്ട്. വേണു പറഞ്ഞു, അത് സാരമില്ല മോളെ, എന്തായാലും അവൾക്കും കൂടി കിടക്കാനാ വിധി, അങ്ങനെ 2 പേരും കൂടി കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേണു ചിരിക്കുക കേട്ടോ. അപ്പം അനാമിക ചോദിക്കുന്നുണ്ട്, അച്ഛാ ആൾക്കാരെയൊക്കെ റെഡിയാക്കി, ഓ അതൊക്കെ റെഡിയാക്കി, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്തോട്ട് നയനേനെ ഇറക്കി വിടുക കേട്ടോ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ നിങ്ങൾ അമ്പലത്തിൽ കയറുന്നില്ലേ? ഇല്ല നയന, എനിക്ക് സമയമില്ല, ഞാൻ വേഗം പോവുകയാണ്, ഇപ്പം തന്നെ ലേറ്റായെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് വണ്ടി എടുക്കുക കേട്ടോ. ആ സമയത്താണ് വേണു അയച്ച ഗുണ്ടകൾ ആദർശിൻ്റെ അടുത്തോട്ട് വരുന്നത്. അവരുടെ വണ്ടി അങ്ങനെ ആദർശിൻ്റെ വണ്ടിയിലോട്ട് ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. ആദർശിനെ നല്ല രീതിയിൽ കിടത്തണമെന്ന് വിചാരിച്ചു തന്നെയാട്ടോ ഗുണ്ടകൾ റോങ് സൈഡിൽ വന്ന് നല്ല ആഘാതത്തിൽ വണ്ടി ഇടിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ആദർശിന് സംഭവിച്ചില്ല. ആദർശിൻ്റെ കൈക്ക് പരിക്കുകൾ മാത്രമേ സംഭവിച്ചുള്ളൂ.
ഈ സമയത്ത് നയനയാണെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. ആ സമയത്താണ് ഈ ലോറി വന്നിട്ട് നമ്മുടെ ആദർശിൻ്റെ കാറിനിട്ട് ഇടിച്ചത്. ഈ കാറിനിട്ട് ഇടിക്കുന്ന ശബ്ദം കേട്ട ആൾക്കാരെല്ലാം ഓടിക്കൂടുകയും ചെയ്തു. ആൾക്കാരെയെല്ലാം കണ്ടപ്പോഴത്തേക്കും ലോറിയിലെ ഗുണ്ടകളെല്ലാം വേഗം ലോറിയെ ഓടിച്ച് അവിടുന്ന് മുങ്ങുകയും ചെയ്തു. അപ്പം പുറത്തിറങ്ങിയ നയന കാണുന്നത് ഒരുപാട് ജനക്കൂട്ടത്തെയാട്ടോ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അതിലൊരാളോട് നയന ചോദിച്ചു, എന്താ പറ്റി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ഏതോ ഒരു കാറുകാരനെ ലോറി വന്ന് ഇടിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈശ്വര, എൻ്റെ ആദർശേട്ടനെങ്ങാനും ആണോ വണ്ടി ഇടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ആകെ ടെൻഷനിൽ വെപ്രാളത്തിൽ ഓടി അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നയന കാണുന്നത് ആദർശിൻ്റെ വണ്ടി ഇടിച്ച് കിടക്കുന്ന കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും നയനയ്ക്ക് ആകെ ടെൻഷനാകുകയാണ്. നയനയാണെങ്കിൽ ആദർശേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഓടി കരഞ്ഞുകൊണ്ട് കാറിൻ്റെ മുന്നിലോട്ട് ചെല്ലുകയാണ്. അപ്പോഴേക്കും ആളുകളെല്ലാം കൂടി ചേർന്ന് കാറിൽ നിന്ന് ആദർശിനെ പുറത്തോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ആദർശിന് യാതൊരു ബോധവും ഇല്ല കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ആംബുലൻസ് എല്ലാം വിളിച്ച് അതിലേക്ക് ആദർശിനെ കയറ്റുകയാണ്. കൂടെ നയനയും പോകുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട്. ആംബുലൻസിനുള്ളിലിരുന്ന് നയന ആദർശേട്ടാ എന്നൊക്കെ വിളിച്ച് കരഞ്ഞ് ബഹളമൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ആദർശ് ഇതൊന്നും കേൾക്കുന്നില്ല. ആദർശിന് ബോധമൊന്നുമില്ല. അങ്ങനെ നയന ആകെ പേടിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ നയനെ ആദർശിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ ആദർശിനെ നേരെ ഐസിയിലോട്ട് കൊണ്ടുപോയി കേട്ടോ. ഈ സമയത്ത് നയനയാണെങ്കിൽ ഈശ്വര, എൻ്റെ ആദർശേട്ടന് ഒന്നും പറ്റില്ലെന്നും പറഞ്ഞ് പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയും കരയുകയൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്ത് വേണു അയച്ച ഗുണ്ടകൾ വേണുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശിനെ ആക്സിഡൻ്റ് ആക്കിയ കാര്യങ്ങളും പിന്നീട് ആദർശിൻ്റെ വൈഫെല്ലാം കൂടി ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യങ്ങളും പിന്നെ അവർ ആ ലോറി അവിടുന്ന് ഒതുക്കി മാറ്റിയിട്ടേക്കുന്ന കാര്യങ്ങളൊക്കെ വേണുവിനോട് പറയുന്നുണ്ട് കേട്ടോ. വേണുവിന് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണു ഗുണ്ടകളോട് പറയുന്നുണ്ട്, നിങ്ങൾ വലിയ കാര്യങ്ങൾ തന്നെ ചെയ്തു, നിങ്ങളെന്തായാലും പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു, നിങ്ങളെന്തായാലും ആ വണ്ടിയെല്ലാം ഒതുക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടേലും മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണു ഫോൺ വെക്കുകയാണ്. വേണുവാണെങ്കിൽ ഫോൺ വെച്ചിട്ട് രേവതിയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോളെ വിളിച്ചിട്ട് ഈ സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് വേണു അനാമികയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. മോളെ, നീ ഉദ്ദേശിച്ച പോലെ തന്നെ സംഭവങ്ങളെല്ലാം നടന്നു. നമ്മുടെ ആദർശിന് ആക്സിഡൻറ്റ് തന്നെ സംഭവിച്ചു, ആദർശിനെ ICUവിലാക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അനാമികയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അനാമിക ആണോ വെച്ചാൽ ഇതൊക്കെ സത്യമാണെന്ന് വെച്ചാൽ അവിടുന്ന് തുള്ളിച്ചാടുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടാട്ടോ ദേവയാനി അങ്ങോട്ട് വരുന്നത്. ദേവയാനിയാണെങ്കിൽ അനാമികയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ ഇത്ര വലിയ സന്തോഷം, നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണല്ലോ, അപ്പോൾ എന്തോ വലിയ കാര്യങ്ങൾ തന്നെ നടന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അതൊന്നുമല്ല, നമ്മുടെ മലേഷ്യയിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നല്ലോ, ആ കമ്പനിക്ക് ഒരു കേസുമായിട്ട് കിടക്കുകയായിരുന്നു, ആ കേസൊക്കെ വിജയിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം കിട്ടും, അതിൻ്റെ സന്തോഷമാണ്, അതുകൊണ്ട് വലിയൊരു പാർട്ടി തന്നെ നടത്തണം, എന്തായാലും വല്യമ്മ ഇതിപ്പോൾ ആരോടും പറയാൻ നിൽക്കണ്ട, ഇത് സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ, പാർട്ടി നടത്തുമ്പോൾ എല്ലാവരും അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അങ്ങനെ കള്ളത്തരം പറഞ്ഞ ദേവയാനിയുടെ അടുത്തുനിന്ന് എസ്കേപ്പ് ആകുകയാണ്. ഈ സമയത്താണെങ്കിൽ നയന നമ്മുടെ ജയനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ജയനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അച്ഛാ, അമ്പലത്തിൻ്റെ അടുത്ത് വെച്ച് ആദർശേട്ടന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഒരു ലോറിക്കാരൻ വന്ന് ഓവർടേക്ക് ചെയ്ത് ഇടിച്ചതാണ്, അവർ അപ്പോൾ തന്നെ അവിടുന്ന് മുങ്ങി, ആദർശേട്ടനെ ഞാനും കുറച്ച് നാട്ടുകാരും ചേർന്നാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് പറയുക കേട്ടോ നയന. ഇത് കേൾക്കുമ്പോഴേക്കും ജയൻ ആകെ വിഷമാവുന്നുണ്ട്. അയ്യോ, എൻ്റെ മോനെ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജയനും കരയുകയാണേ. എന്നിട്ട് ജയൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ മോളെന്തായാലും ദേവയാനിയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒന്നും പറയാൻ നിൽക്കണ്ട, കാരണം അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണല്ലോ, ഇപ്പോൾ അതൊന്നും അവർക്ക് താങ്ങാനുള്ള ശേഷിയില്ല, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് വരാമെന്നും പറഞ്ഞിട്ട് ജയൻ ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ ജയൻ നമ്മുടെ അജയനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇങ്ങനെ ആദർശിന് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അജയനും ആകെ ടെൻഷനാകുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചേരുകയാണ്. ജയനെ കാണുന്നതും നയനെ ഓടി വന്ന് കരയുകയാട്ടോ. എന്നിട്ട് ജയനോട് പറയുന്നുണ്ട്, അച്ഛാ, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, കുറേ നേരമായി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, ഇതുവരെ ഡോക്ടറോ നേഴ്സോ ഒന്നും പറഞ്ഞിട്ടുമില്ല, അവർ ICUന്നാണെങ്കിൽ പുറത്ത് ഇറങ്ങിയിട്ടുമില്ല, എനിക്കാണെങ്കിൽ ആകെ പേടിയാകുന്നു അച്ഛാ, എൻ്റെ ആദർശേട്ടന് യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന പൊട്ടിക്കരയുകയാട്ടോ. ഇത് കാണുമ്പോൾ ജയൻ പറയുന്നുണ്ട്, മോൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, അവന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, മോളുടെ പ്രാർത്ഥനയും അവൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും എപ്പോഴും അവൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് അവന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, എന്തായാലും ഏത് ലോറിക്കാരനാണ് അവനെ ഇടിച്ചത് അവനെ നമുക്ക് ശരിയാക്കണം എന്നൊക്കെ ജയൻ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അച്ഛാ അറിയില്ല അച്ഛാ ആരാ വന്ന് ഇടിച്ചതെന്ന്. ഒരു ലോറിക്കാരൻ വന്ന് ഓവർടേക്ക് ചെയ്തതാ. ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് കയറുന്ന സമയം ആയതേ ഉള്ളൂ. അപ്പോഴാണ് വലിയൊരു ശബ്ദം കേട്ടത്. അത് കേട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി ആൾക്കാരോടൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോഴാണ് ആൾക്കാർ കാറിടിച്ച കാര്യമൊക്കെ പറയുന്നത്. എന്നിട്ട് ഞാൻ ഓടി വന്ന് നോക്കുമ്പോഴേക്കും ആദർശേട്ടൻ്റെ കാറാണ് ഇടിച്ച് കിടക്കുന്നത് കണ്ടത്. പിന്നെ നാട്ടുകാരെല്ലാം കൂടി ചേർന്നാണ് ആദർശേട്ടനെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നതാ. പക്ഷേ ഇതുവരെ ആദർശേട്ടന് ബോധം വന്നിട്ടില്ല. അതാണ് എൻ്റെ ടെൻഷൻ എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. ജയനാണെങ്കിൽ പറയുന്നുണ്ട്, മോൾ ഒരു കാരണവശാലും ടെൻഷനാകണ്ട, അവന് വേറെ ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ. എന്തായാലും മോളുടെയും അവൻ്റെ അമ്മയുടെയും പ്രാർത്ഥന അവൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവന് ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല. എന്തായാലും ഇതെല്ലാം ഇപ്പം തന്നെ ശരിയാകും എന്നൊക്കെ ജയൻ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് അനി അജയനെ ഫോണിലോട്ട് വിളിക്കുന്നത്. അനിയാണെങ്കിൽ അജയനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ആദർശേട്ടൻ ഇതുവരെ ഓഫീസിലോട്ട് വന്നില്ലല്ലോ, എത്ര നേരമായി, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം അജയൻ പറയുന്നുണ്ട്, മോനിപ്പോൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്ക്, ഞാൻ വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയാം. മോനിപ്പോൾ ആകെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട, പ്രശ്നങ്ങളൊന്നുമില്ല, മോൻ എന്തായാലും ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഡോക്ടർ പുറത്തോട്ട് വരുന്നത്. ആദർശിൻ്റെ ആൾക്കാരല്ലേന്ന് ചോദിച്ചുകൊണ്ട് നയനയോടും ജയനോടും അജയനോടും ഒക്കെ ഡോക്ടർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വേറൊരു കുഴപ്പവും സംഭവിച്ചില്ല, ഇതുവരെ ബോധം വരാതെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾക്കൊന്നൊരു ടെൻഷനായി. ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ ചെയ്തു നോക്കി, യാതൊരു കുഴപ്പവുമില്ല. പിന്നെ ആക്സിഡൻറ്റിൻ്റെ ഷോക്കിലാണ് ബോധം പോയത്. ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല. കൈക്ക് ചെറിയൊരു ഫ്രാക്ചറുണ്ട്, അതിന് ബാഗ് ഇടണം. പിന്നെ കഴുത്തിന് ചെറിയൊരു ഉളുക്കുമുണ്ട്. അത് അല്ലാതെ വേറൊരു പ്രശ്നം ദൈവം അനുഗ്രഹിച്ച് വന്നിട്ടില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേൾക്കുമ്പോൾ നയനയ്ക്കും ജയനും അജയനും ഒക്കെ ആശ്വാസമാകുകയാണ്. എന്തായാലും ഇന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആകാം, വേറെ ഒരു പ്രശ്നവും ഇല്ലല്ലോ. പിന്നെ ഒരാഴ്ചത്തെ റെസ്റ്റ് എടുത്താൽ മതി, അത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോഴാ സമാധാനമായത്. മോള് നോക്ക്, മോളാകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ ജയൻ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇത്ര പെട്ടെന്ന് റിക്കവർ ആയത്. സാധാരണ ആക്സിഡൻറ്റ് കേസിൽ ഇത്ര പെട്ടെന്ന് റിക്കവർ ആരും ആകാറില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിന് ബോധമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പിന്നെ നയന ജയനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആദർശേട്ടനെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ അമ്മയ്ക്ക് ഒരുപാട് വിഷമാവില്ലേ, അമ്മ ഒരുപാട് സങ്കടപ്പെടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് സാരമില്ല, വേറെ ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ, പിന്നെ വണ്ടി ഇടിച്ച് ആശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞാൽ അവളുടെ ബോധം പോയേനെന്നൊക്കെ ജയൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിനെയും കൂട്ടിക്കൊണ്ട് നയനയും ജയനും അജയനും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലോട്ട് പോവുകയാട്ടോ. ഈ സമയത്ത് നമ്മുടെ ആദർശാണെങ്കിൽ നയനോടൊക്കെ പറയുന്നുണ്ട്, നയനെ അത് ശരിക്കും ആക്സിഡൻറ്റ് സംഭവിച്ചതൊന്നുമല്ല, എന്നെ മനഃപൂർവ്വം ഇടിച്ചതാണ്, അതെനിക്ക് ശരിക്കും മനസ്സിലായി. അവർ വണ്ടി ഇടിച്ച് പാടെ തന്നെ പെട്ടെന്ന് പുറകോട്ട് എടുത്തിട്ട് വേഗം അവിടെ നിന്ന് മുങ്ങുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കാണുക തന്നെ ചെയ്തു, ഇത് അവരെന്നെ മനഃപൂർവ്വം ഇടിച്ചതാണെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, എന്തായാലും സാരില്ല, നിനക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. പിന്നെ ഇത് അമ്പലത്തിന് മുന്നിൽ നിന്നല്ലേ ആക്സിഡൻറ്റ് പറ്റിയത്, അവിടെ എന്തായാലും CCTV ഉണ്ടാകും, ആളാരാന്ന് നമുക്ക് അവിടുന്ന് തന്നെ പൊക്കാം എന്നൊക്കെ ജയൻ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ദേവയാനി ഹാളിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ, ഇതെന്താ നയനമോള് അമ്പലത്തിൽ പോയിട്ട് ഇത്ര നേരം വൈകുന്നേ, ഇവളാണെങ്കിൽ ഫോണും എടുക്കുന്നില്ലല്ലോ, ആദർശിനെയാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനി ആദർശിൻ്റെ കൂടെ ഇവൾ നേരെ ഓഫീസിലോട്ട് പോയോ? ആ അനാമിക കാല് തട്ടി വീഴ്ത്തിയിട്ട് അവളുടെ കൈമുട്ടൊക്കെ നല്ല പൊട്ടിയായിരിക്കുന്നത്, അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ നേരെ ഓഫീസിലോട്ട് പോയി കാണും. അവളോട് പറഞ്ഞാൽ തീരെ അനുസരണയില്ല, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുകയല്ല, ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം അല്ലെങ്കിലും ഈ അനാമിക എന്തിനാണ് എൻ്റെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്, പിന്നെ എൻ്റെ മോളെയും പറയണം, അവൾക്ക് പറഞ്ഞാൽ തീരെ അനുസരണയില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ദേവയാനി. അങ്ങനെ ദേവയാനി ഹാളിൽ ഇരിക്കുന്ന കണ്ടുകൊണ്ടാട്ടോ നമ്മുടെ ജാനകിയും ജലജിയും അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനീച്ചി, നമ്മുടെ നയനനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ, മരുമോളെ കാണാഞ്ഞിട്ട് തീരെ പറ്റുന്നില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ കുശുമ്പോടെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ അവളെ കാത്തു തന്നെ ഇരിക്കുക, നിൻ്റെ മരുമോളല്ലേ അവളെ തട്ടിയിട്ടത്, അവൾ തീരെ സുഖമില്ലാതെയാണ് പോയിരിക്കുന്നത്, അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ ഓഫീസിലോട്ട് പോയോന്ന് ആർക്കറിയാം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല എന്നൊക്കെ പറയുക കേട്ടോ ദേവയാനി. അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എൻ്റെ അനാമിക മോള് അങ്ങനെയൊക്കെ ചെയ്തത്, പണ്ട് ഏട്ടത്തി ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നല്ലോ, ഇപ്പോഴല്ലേ ഏട്ടത്തി തിരിഞ്ഞതെന്നൊക്കെ ജാനകി പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് അന്ന് എൻ്റെ തലയിൽ എന്തോ പിശാച് കൂടിയിരുന്നു, ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തിയുടെ തലയിൽ പിശാചി പോയി കാണും, ഞങ്ങളുടെ തലയിൽ പിശാചി അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഞങ്ങൾ അവളെ ഇവിടെ നിർത്താനൊന്നും പോകുന്നില്ല, അവളെ ഇവിടെ ഒരിക്കലും വാഴിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വെച്ച് വാഴിക്കൊന്നും വേണ്ട, അവൾ ഇവിടെ തന്നെ വാഴുന്നോളും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ജയൻ്റെ കാറ് മുറ്റത്ത് വരുന്നത്. ജയൻ്റെ കാറ് കാണുമ്പോഴേക്കും ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ ഇന്ന് ജയേട്ടനാണോ നേരത്തെ വന്നത്, അല്ലെങ്കിൽ ആദർശ നയനിയാണ് നേരത്തെ വരുന്നത്, ഇന്ന് അവരെ കണ്ടില്ല, ജയേട്ടനാണ് നേരത്തെ വന്നതെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ജയൻ്റെ അടുത്തോട്ട് ചെല്ലുകയാട്ടോ. കൂടെ ജാനകിയും ജലജയും വരുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഹാളിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അനിയും ഓഫീസിൽ നിന്ന് നേരത്തെ വരുന്നുണ്ട്. ഈ സമയത്ത് അനാമികയാണെങ്കിൽ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ഓടി തുള്ളിച്ചാടിയൊക്കെ മുന്നോട്ട് ഫ്രണ്ടിലോട്ട് വരികയാട്ടോ. ആ സമയത്ത് കാറിൽ നിന്ന് അജയനും ജയനും ആദ്യം ഇറങ്ങി വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഓ ജയേട്ടനാണോ ഇന്ന് നേരത്തെ വന്നത്? ഞാൻ വിചാരിച്ചു ആദർശായിരിക്കും ആദ്യം വരുന്നേ എന്ന്. ഞാനാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, മോളെയും വിളിച്ചു, മോൾ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ ഓഫീസിലോട്ട് പോയോന്നറിയില്ല, രണ്ടുപേരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നയന പുറകത്തെ ഡോറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. നയനയെ കാണുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആഹാ നീ ഇതിനകത്തുണ്ടായിരുന്നോ, നീ എന്ത് പണിയാണ് കാണിച്ചത്, നീ രാവിലെ ഓഫീസിലോട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നീ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്. ആ സമയത്താണ് നയന ആദർശിനെ പുറത്തോട്ട് പിടിച്ചിറക്കുന്നത് ദേവയാനി കാണുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ ദേവയാനിക്ക് വല്ലാതെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ദേവയാനിയാണെങ്കിൽ ഓടി വന്നിട്ട്, അയ്യോ എൻ്റെ മോൻ എന്താ പറ്റിയേ, എൻ്റെ മോൻ്റെ കൈക്ക് എന്താ പറ്റിയേ, ഇതെന്താ കഴുത്തിന് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആദർശിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ ജയൻ പറയുന്നുണ്ട്, എടോ താൻ ടെൻഷനാകാതെ, അവനൊന്നും സംഭവിച്ചിട്ടില്ല. അജയനാണെങ്കിലും ദേവയാനിയെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏട്ടത്തി ഇങ്ങ് വന്നേ, ഒന്നും സംഭവിച്ചിട്ടില്ല, ആദർശിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ എന്താ അജയ, എന്താ പറ്റിയേ, എൻ്റെ ആദർശ മോന് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ദേവയാനി കരയുമ്പോൾ അജയൻ പറയുന്നുണ്ട്, അതൊന്നും ഇല്ല ചേച്ചി, അത് രാവിലെ നയനേനെ കൊണ്ടുപോയി വിട്ടിട്ട് ആദർശ് ഓഫീസിലോട്ട് പോകാൻ വേണ്ടി പോവുകയായിരുന്നു. നയനെ അമ്പലത്തിൽ ഇറക്കി വിട്ടതിന് ശേഷം ആദർശ് പോകുന്ന സമയത്ത് ഒരു ലോറിക്കാരൻ വന്ന് കാറിനിട്ട് ഇടിച്ചതാ, അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചതാ എന്നൊക്കെ അജയൻ പറയുന്നുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ മോൻ്റെ വണ്ടി ഇടിച്ചെന്നോ, എന്താ ഈ കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദേവയാനി കരയുമ്പോൾ നമ്മുടെ അജയൻ പറയുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ലെന്നേ, അത് വണ്ടി ഇടിച്ചെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് അവനൊന്നും പറ്റിയിട്ടില്ല, കൈ ചെറിയതായിട്ട് ഒരു ഫ്രാക്ചർ ആയിട്ടുണ്ട്, പിന്നെ പെടലിയും ചെറുതായിട്ട് ഉളുക്കിയിട്ടുണ്ട്, അത് ഒരാഴ്ച റെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഏട്ടതി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നൊക്കെ അജയൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ മോനെ ദൈവം കാത്തതാ, അതുകൊണ്ടാണ് എൻ്റെ മോനെ ഒന്നും സംഭവിക്കാതിരുന്നത്. എന്തായാലും ശ്രദ്ധിച്ച് പോകണ്ടായിരുന്നോ ആദർശ് എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് പോയത്, എന്നെ ഒരുത്തൻ മനഃപൂർവ്വം ഇടിച്ചതാ, അയാൾ റോങ് സൈഡ് വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് അപ്പം തന്നെ അവിടുന്ന് പോയി, അത് മനഃപൂർവ്വം തന്നെ ഇടിച്ചതാ എന്നെ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ദൈവഭാഗ്യം, വേറെ ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ ജയ, അമ്പലത്തിലെ CCTV ദൃശ്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ എടുക്കണം, ആദർശ് പറഞ്ഞതുപോലെ ഇത് മനഃപൂർവ്വം തന്നെ ഇടിച്ചതാണോ എന്ന് പരിശോധിക്കണം, അതല്ല റോങ് സൈഡ് വണ്ടി ഓടിച്ച് വന്നതാണെങ്കിലും അതിനും പണി കൊടുക്കണം, എന്തായാലും ഇനി അവയും വണ്ടി ഓടിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയാണെങ്കിലും എൻ്റെ മോന് ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ്, പക്ഷേ ഇത്ര ഇടി ഇടിച്ചിട്ട് ഇവന് ഇത്രയേ പറ്റിയുള്ളൂ, എന്തായാലും സാരമില്ല, രാവിലെ ഇവൻ എന്നെ ഒത്തിരി പറഞ്ഞതല്ലേ, എന്തായാലും ഒരാഴ്ചയ്ക്കുള്ള വക ഇതുണ്ട്, അതുകൊണ്ട് സാരമില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. നയനയാണെങ്കിൽ പെട്ടെന്ന് അനാമികയെ നോക്കുക കേട്ടോ. അപ്പോൾ അനാമിക നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അനാമിക നയനെ നോക്കുന്നത് കാണുമ്പോഴത്തേക്കും ആകെ വിഷമഭാവത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ നയനയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നയന എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ഇവളെങ്ങാനും ആണോ ആദർശേട്ടനെ ഇങ്ങനെ പണി കൊടുത്തത്, എന്നാൽ ഇവളുടെ കാര്യം തീർന്നു, ഇന്നെനിക്കിട്ടുള്ള വലിയ പണി വരുന്നുണ്ടടി എന്നൊക്കെ നയന മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അങ്ങനെ ആദർശിനെ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തിയാട്ടോ. ആദർശാണെങ്കിൽ പറയുന്നുണ്ട് ദേവയാനിയോട്, അമ്മേ എനിക്കൊരു കുഴപ്പവും ഇല്ല, ഇത് ഒരാഴ്ച റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കയ്യിലെ ഈ ബാഗും അതുപോലെ കഴുത്തിലെ സംഭവമൊക്കെ അഴിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അമ്മ അതുകൊണ്ട് ഒരു ടെൻഷനും ആവണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ശരി നീ എന്തായാലും ഒരാഴ്ച റെസ്റ്റ് എടുക്കുക, ഒരാഴ്ചക്കുള്ള കാര്യം അജയനും ജയേട്ടനും ഒക്കെ നോക്കിക്കോളും, നീ അതുകൊണ്ട് ബിസിനസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട, നീ ഒരാഴ്ച റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
നയനോടാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, നീയും എന്തായാലും ഒരാഴ്ച ഇവൻ്റെ കൂടെ ഇവിടെ ഇരിക്കുക, എന്തായാലും പോയിട്ട് ഓഫീസിലോട്ടൊന്നും പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, മുത്തശ്ശ അത് ശരിയാവുമോ, എനിക്ക് ഡിസൈൻസൊക്കെ ചെയ്യാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സാരമില്ല, എന്തായാലും അവിടെ ഡിസൈൻ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ നീ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ലാപ്ടോപ്പിൽ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഓക്കെ ശരി മുത്തശ്ശ, എനിക്കിത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ, എനിക്ക് ആദർശേട്ടൻ്റെ കൂടെ ഇവിടെ നിൽക്കാമല്ലോ. ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും താഴോട്ട് പോവുകയാട്ടോ. അന്നേരം നയന നമ്മുടെ ആദർശനോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ശരിക്കും ഇത് റോങ് സൈഡ് വന്ന് വണ്ടി ഇടിച്ചതാണോ അതോ മനഃപൂർവ്വം നിങ്ങളെ ഇടിച്ചതാണോ? എന്നെ മനഃപൂർവ്വം ഇടിച്ചതാണ് നയനെ, കാരണം റോങ് സൈഡ് വന്ന് ഇടിച്ചതൊന്നുമല്ല, കാരണം ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ ഇത് റോങ് സൈഡ് വന്ന് ഇടിച്ചതല്ല, ഇയാൾ എന്നെ മനഃപൂർവ്വം ഇടിച്ചതാണ്, എന്നെ ഇടിച്ചതിന് ശേഷം നേരെ പുറകോട്ട് പോകുന്നതും ഞാൻ കണ്ടതാണ് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, സാരമില്ല ആദർശേട്ടാ, എന്തായാലും CCTV ദൃശ്യങ്ങളൊക്കെ അച്ഛൻ എടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുമെന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ അനാമിക പുറത്ത് വാതിൽക്കലെ ഇവർ പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നയനയാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ, ആദർശേട്ടാ എനിക്ക് എന്തായാലും അനാമികേനെയാണ് സംശയം, അവളാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് കേട്ടോ, അവൾ തന്നെയാണ് ഉറപ്പായിട്ട് ഇതൊക്കെ ചെയ്തത്, ആദർശേട്ടൻ രാവിലെ ഒത്തിരി വഴക്ക് പറഞ്ഞില്ലേ അവളെ, അതിന് പ്രതികാരം ചെയ്തതാണ് അവൾ, കാരണം ആദർശേട്ടനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ നവ്യേശിക്ക് പാലിൽ വിഷം കൊടുത്ത് അമ്മയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയവളാണ് അവൾ, പിന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് അനാമിക പുറത്ത് നിൽക്കുമ്പോൾ അനാമിക മനസ്സ് വിചാരിക്കുന്നുണ്ട്, ഓ ഇവള് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമാണല്ലോ പറയുന്നത് എന്നൊക്കെ മനസ്സ് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഫ്ലവർവേഴ്സ് താഴെ വീഴുന്നത്. ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും നയന ഓടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. നയന വരുന്ന സമയം കൊണ്ട് തന്നെ അനാമിക അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. നയനെ വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നുമില്ല. എന്നിട്ട് നയനയാണെങ്കിൽ ആദർശനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഇത് ഉറപ്പായിട്ടും അനാമിക തന്നെ ചെയ്തത്, അനാമികയാണ് ഇവിടെ ഒളിഞ്ഞു നിന്ന് കേട്ടത്, വേറെ ആരും ഇവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വരികയില്ല, അനാമിക തന്നെയാണ് ഇത് ചെയ്തത്, അതുകൊണ്ടാണ് അവൾ ചുറ്റിപ്പറ്റി ഇവിടെ തന്നെ നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് അജയനും നമ്മുടെ ജയനും കൂടി നമ്മുടെ അമ്പലത്തിലെ CCTV ദൃശ്യങ്ങളെല്ലാം കൊണ്ട് വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തു നിന്നും കിട്ടുന്ന ആ CCTV ഫോട്ടേജ് അവർ കൊണ്ടുവന്നിട്ട് ലാബിലിട്ട് അജയനും ജയനും കാണുകയാണ്. ആ സമയത്ത് മുത്തശ്ശനും അനിയും അവിടെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ CCTV ദൃശ്യങ്ങളിൽ അവർ കാണുന്നുണ്ട് കേട്ടോ, ഒരു ലോറി കുറേ നേരമായിട്ട് ഒരു വളവിൽ കിടക്കുന്നതും, അതുപോലെ തന്നെ ആദർശിൻ്റെ കാറ് അവിടെ കൊണ്ടുപോയി നിർത്തിയപ്പം അയാൾ ഫോണിൽ സംസാരിക്കുന്നത്, ആദർശ് വണ്ടി എടുക്കുമ്പോഴത്തേക്കും ആ ലോറി വന്ന് വേഗം തന്നെ ആദർശിൻ്റെ വണ്ടിക്കിട്ട് ഇടിക്കുന്നതെല്ലാം അവരങ്ങനെ CCTV ദൃശ്യത്തിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടുന്നുണ്ട് കേട്ടോ, ഇത് മനഃപൂർവ്വം ഇടിച്ചതാണെന്നും ആരോ ഇത് കൊടുത്ത കൊട്ടേഷനാണെന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ജയൻ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസ് ഓഫീസറിനോട് കാര്യങ്ങളെല്ലാം പറയുക കേട്ടോ. അങ്ങനെ അനിയും അജയനും ജയനും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. CCTV ദൃശ്യങ്ങൾ അവരെടുത്തിട്ടുണ്ട്. അങ്ങനെ പോലീസുകാരെ കാണിക്കുമ്പോൾ വണ്ടിയുടെ നമ്പറൊക്കെ നോക്കുമ്പോൾ അത് ഫേക്ക് നമ്പറാണെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ വണ്ടിയെല്ലാം നോക്കി പരിശോധിക്കുമ്പോൾ ഇത് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറിയാണെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൂലിക്ക് വന്നിട്ട് തല്ലാനും കൊല്ലാനും നിൽക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്, അപ്പം അങ്ങനെയുള്ള അതിൽ ആരെങ്കിലും ഒരാളെ എടുത്തു കുടഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും, ഇതിൻ്റെ പുറകിൽ ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട് കേട്ടോ. മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതാണ് ഇതിന് ഫേമസ് ആയ ആൾ, ഞാൻ അയാളൊന്ന് വിളിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ നേരെ മണികണ്ഠനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് വരുത്തുകയാണ്. അങ്ങനെ മണികണ്ഠനെ ലോറിയിലെ CCTV ദൃശ്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഈ ലോറിയിൽ പോകുന്ന ഡ്രൈവറെ നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് അനന്തപുരി തറവാട്ടിലെ ആൾക്കാരാണ്, ഇതിൽ ഒരു പയ്യനെയാണ് ഈ വണ്ടിക്കാരൻ ഇടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പോലീസുകാരൻ. അങ്ങനെ മണികണ്ഠൻ ആ ലോറി ഡ്രൈവറുടെ ഫോട്ടോ കാണുമ്പോൾ പോലീസുകാരോട് പറയുന്നുണ്ട് കേട്ടോ, സാറേ ഇത് തമിഴനൊന്നുമല്ല, ഇത് ശരിക്കും മലയാളിയാണ്, ഇത് കാശ് കൊടുത്താൽ അയാൾ ലോറിയും കൊണ്ട് ആരെ വേണമെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും ഉപദ്രവിക്കും, ഇയാളുടെ ഒരു പ്രധാന ഹോബിയാണ്, ഇയാൾ പക്ക ക്രിമിനലാണ്,
കാശിനു വേണ്ടി എന്തും ചെയ്യും. പക്ഷേ എനിക്ക് ഇയാളെ നേരിട്ട് പരിചയമില്ല, ഇങ്ങനെ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഇയാളെ അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അതെനിക്കറിയില്ല സാർ, ഞാൻ കൊട്ടേഷനൊക്കെ നിർത്തിയിട്ട് ഒരുപാട് കാലമായി, അത് സാറിനറിയാലോ. പിന്നെ ഞാൻ കൊട്ടേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകും, അതായിരുന്നു എൻ്റെ ജോലി. ഞാനിപ്പോൾ കൊട്ടേഷൻ പണിയൊക്കെ നിർത്തിയിട്ട് ഇപ്പം മാന്യമായിട്ട് ജീവിക്കുക സാറേ, ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ മണികണ്ഠൻ പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, നിന്നെ ബുദ്ധിമുട്ടിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് ഇയാളുടെ നമ്പർ ഒന്ന് കിട്ടണമായിരുന്നു, അതിനെന്താ വഴിയെന്ന് ചോദിക്കുമ്പോൾ മണികണ്ഠൻ വേറൊരാളെ വിളിച്ചിട്ട് ഇയാളുടെ ഡീറ്റെയിൽസ് എടുക്കുകയും നമ്പർ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരൻ നമ്പർ മേടിച്ചിട്ട് കൊട്ടേഷൻ്റെ അയാളെ വിളിക്കുകയാണ്. അയാളെ വിളിച്ച് കഴിയുമ്പോൾ അയാളോട് പറയുന്നുണ്ട്, അതെ എനിക്കൊരു കൊട്ടേഷനുണ്ട്, എനിക്കൊന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല ഞാനിപ്പോൾ സ്ഥലത്തില്ല, ഞാൻ തമിഴ്നാട്ടിലോട്ട് പോവുകയാണ്, എപ്പോഴാണ് ചെയ്തു തരണ്ടേ? 2 ദിവസം കഴിഞ്ഞിട്ട് മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറഞ്ഞുണ്ട്, അയ്യോ അത് ശരിയല്ലേ, ഇപ്പം തന്നെ വേണം, അത്യാവശ്യമാണ്, താൻ വണ്ടിയിടിച്ച് കൊല്ലാൻ മിടുക്കനാന്നൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ച് എന്നൊക്കെ പറയുമ്പോൾ, ശരി എവിടെയാണ് സ്ഥലം എന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരനും ജയനും ഒക്കെ അയാളെ പിടിക്കാൻ വേണ്ടി കാത്തിങ്ങനെ നിൽക്കുക കേട്ടോ. പോലീസുകാരനാണെങ്കിൽ മസ്തി വേഷത്തിൽ അയാളെ പിടിക്കാൻ വേണ്ടി ഒരു പാർക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇയാൾ ഒരു കാറിനകത്ത് വന്ന് അവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ എന്നെ ഫോൺ ചെയ്തത്? അതെ ഞങ്ങളാണ് ഫോൺ ചെയ്തത്, നിങ്ങളുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പേര് മുരുകൻ എന്നാന്നൊക്കെ അയാൾ പറയുന്നുണ്ട് കേട്ടോ. എന്താ സാറേ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുരുകൻ. അല്ല തൻ്റെ സ്ഥലം എവിടെയാണെന്നൊക്കെ പോലീസുകാരൻ ചോദിക്കുമ്പോൾ, സ്ഥലമൊക്കെ എന്തിനാണ് സാർ അറിയുന്നത്, ഞാൻ മലയാളിയാണ്, എൻ്റെ അച്ഛൻ തമിഴനാണ്, വേറെ ഡീറ്റെയിൽ ഒന്നും എന്നെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടന്നാൽ പോരെ എന്നൊക്കെ മുരുകൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ എനിക്ക് കാര്യം കാണിച്ചു തരിക, ക്യാഷ് തരിക, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊള്ളും, പിന്നെ അവൻ്റെ ബോഡി പോലും ആർക്കും കിട്ടാൻ പോകുന്നില്ല, വന്ന പണി നടത്തിയിട്ട് ഞാൻ പൊക്കോളും, പിന്നെ ക്യാഷ് തന്നില്ലെങ്കിൽ അടുത്ത പണി നിങ്ങളുടെ നെഞ്ചത്തായിരിക്കും കിട്ടുന്നത്, അത് നിങ്ങൾ ഓർത്തോ എന്നൊക്കെ മുരുകൻ പറയുക കേട്ടോ. അപ്പോൾ ഇവർ മുരുകനോട് പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ തീർത്തു തരണം, അത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, ആ ശരി ഞാൻ എന്താണെങ്കിൽ ചെയ്തു തരാം, നിങ്ങൾ എന്തായാലും ഫോട്ടോ കാണിക്കേ, ബാക്കി ഞാൻ ചെയ്തോളാം എന്നൊക്കെ മുരുകൻ അവരോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുരുകൻ പറയുന്നിട്ട് അവർ ഫോട്ടോ കാണിക്കുകയാണ്. ഇവർ ഈ ഫോട്ടോ കാണിക്കുന്നത് ആദർശിൻ്റെ കേട്ടോ. ആദർശിനെ കാണുന്നതോടെ ഇയാൾ നന്നായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. കാരണം വേണു പറഞ്ഞിട്ട് ഇന്നാണ് ആദർശിനെ വണ്ടി ഇടിച്ചത്, ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ ഇങ്ങനെ ആയത്, എന്തൊക്കെയോ സംശയം മുരുകന് തോന്നാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ മുരുകൻ പറയുന്നുണ്ട്, അല്ല സാറേ ഇതെന്തായാലും ഇന്ന് നടക്കുകയില്ല, ഇതൊന്നും ഞാൻ നടത്തുകയില്ല എന്നൊക്കെ മുരുകൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും ഇല്ലാതാക്കുന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താ ഈ ഫോട്ടോ കാണിച്ചപ്പോൾ നിങ്ങളൊന്നും ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ മുരുകനോട് ചോദിക്കുമ്പോൾ, അത് പിന്നെ സാറേ അത് ഞാൻ വെറുതെ പറഞ്ഞതാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുരുകൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കും പോലീസുകാർ ആളൊന്നും മാറിയതല്ലടാ, നിനക്ക് ഞങ്ങൾക്ക് നിന്നെ തന്നെയാണ് വേണ്ടതെന്നും പറഞ്ഞിട്ട് പോലീസുകാരെല്ലാവരും കൂടി മുരുകനെ വളയുകയാണ്. അങ്ങനെ പോലീസുകാർ മുരുകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് നല്ല ആവശ്യത്തിന് നല്ല ഇടിയെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവരെ മനസ്സിലായോ, ഇത് അനന്തപുരിക്കാരാണ്, ഇവരാണ് മൂർത്തി ജ്വല്ലേഴ്സിൻ്റെ ഓണേഴ്സ്, നിനക്ക് ഇവരെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുരുകനോട്. എന്നിട്ട് ആദർശിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുകയാണ്, ഇതാണ് മൂർത്തി സാറിൻ്റെ കൊച്ചുമോന്, ഇയാളെയാണ് നിങ്ങൾ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മുരുകൻ പറയുന്നുണ്ട്, അയ്യോ സാറേ ഞാൻ ആരെയും വണ്ടി ഇടിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ മുരുകൻ പറയുന്നുണ്ട് കേട്ടോ. ജയനാണെങ്കിൽ പറയുന്നുണ്ട്, താൻ ഉരുണ്ട് കളിക്കണ്ട, തനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് CCTV ഫോട്ടേജ് അയാളെ എടുത്ത് കാണിക്കുക കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇത് കണ്ടോ താൻ, ഇനി ഇതിൽ കൂടുതൽ തെളിവുകൾ നിനക്ക് വേണോ, താൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്നതും താൻ ആ വളവിൽ വണ്ടി നിർത്തുന്നതും താൻ ആദർശിനെ ഇടിക്കുന്നതും എല്ലാം കൃത്യം തെളിവുകളുണ്ട്. പോലീസുകാരനാണെങ്കിൽ മുരുകനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ, നീ ആരാ നിനക്ക് ഈ കൊട്ടേഷൻ തന്നെ? മുരുകൻ പറയുന്നുണ്ട്, സോറി സാറേ ഞാൻ ചത്താലും പറയില്ല, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ആര് എനിക്ക് കൊട്ടേഷൻ തന്നാലും ഞാൻ അത് ഒരിക്കലും പറയേയില്ലെന്ന്. എനിക്ക് ചെയ്ത ജോലിക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കും, ഞാൻ അവരെ ഒരിക്കലും ഒറ്റിക്കൊടുക്കുകയില്ല എന്നൊക്കെ മുരുകൻ പറയുന്നുണ്ട് കേട്ടോ. നീ പറയാതിരുന്നാലേ ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പോലീസുകാരൻ പറയുമ്പോൾ നമ്മുടെ മുരുകൻ പറയുന്നുണ്ട്, അത് സാരമില്ല സാറേ, 6 മാസം കിടന്നാൽ പറയാം, 6 മാസം എന്തായാലും ഇതാന്ന് പറയുമ്പോഴേക്കും പോകും, പിന്നെ അയാൾ എനിക്ക് 10 ലക്ഷം രൂപയാണ് തരുന്നത്, നീ അയാളുടെ പേര് പറയാതെ ഇരുന്നാൽ 20 ലക്ഷം തരാൻ വേണ്ടിയിട്ട് അയാളോട് ഞാൻ പറയും, അയാൾ ആ പൈസയും തരും, പിന്നെ 6 മാസം കഴിഞ്ഞാൽ എനിക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാം, പിന്നെ എന്താ സാറേ കുഴപ്പം എന്നൊക്കെ മുരുകൻ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, ശരി അയാളുടെ പേര് പറയാതിരിക്കാൻ അയാൾ നിനക്ക് 20 ലക്ഷം അല്ലേ തരുന്നത്, ഞാൻ നിനക്ക് 1 കോടി രൂപ തരാം,
നീ പറ, ആരാ ചെയ്തതെന്ന് പറ എന്നൊക്കെ മുരുകനോട് ചോദിക്കുകയാണ്. എൻ്റെ മോനെ ഉപദ്രവിച്ച ആളുടെ പേര് കിട്ടുകയാണെങ്കിൽ നിനക്ക് 1 കോടി രൂപയും കിട്ടും, ഈ കേസും ഉണ്ടാവുകയില്ല. നീ പറ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് ഏതാ ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് ആലോചിക്കുക എന്നൊക്കെ മുരുകനോട് പറയുകയാണ്. മുരുകനാണെങ്കിൽ 1 മിനിറ്റ് ആലോചിച്ചതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്. ശരി, ഞാൻ ഇതുവരെ ആരോടും വിശ്വാസവഞ്ചന ചെയ്തിട്ടില്ല. പിന്നെ കാശിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ കൊള്ളരുതാത്ത പരിപാടിയൊക്കെ ചെയ്യുന്നത്. സാറ് ഒരു മാന്യനാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പേര് പറഞ്ഞാൽ സാറ് പറഞ്ഞ 1 കോടി രൂപ എനിക്ക് തരുമല്ലോ. എങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പണിയെല്ലാം നിർത്തും. നീ എനിക്ക് മാന്യമായിട്ട് ജീവിക്കണം. ഞാൻ ആളുടെ പേര് പറയാം എന്നൊക്കെ ജയനോട് പറയുക കേട്ടോ മുരുകൻ. ജയനാണെങ്കിൽ പോലീസുകാരോട് പറയുന്നുണ്ട്, എനിക്ക് ഇയാളുടെ പേരിൽ ഒരു കേസും ഉണ്ടാകില്ല സാർ, ഇയാൾ സത്യം പറയുകയാണെങ്കിൽ. കാരണം എനിക്ക് സത്യം അറിഞ്ഞേ പറ്റുള്ളൂ. ഇയാൾ എൻ്റെ മോനെ ഇടിക്കാൻ വേണ്ടി നിന്ന ഇടനിലക്കാരൻ മാത്രമാണ്. ഇതിൻ്റെ ഒറിജിനൽ ആൾ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മുരുകനാണെങ്കിൽ ആ മുരുകൻ്റെ ഫോണിൽ വേണു വിളിച്ച എല്ലാ കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഓപ്പൺ ആക്കുകയാണ്. അങ്ങനെ വേണു പറയുന്ന കാര്യങ്ങളെല്ലാം അവരെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എടോ, എനിക്ക് തന്നെ അറിയില്ലെന്നും എനിക്കിങ്ങനെ തന്നെ കേട്ട് പരിചയമുള്ളൂ എന്നും തനിക്ക് എന്നെ അറിയാൻ സാധ്യതയില്ലെന്നും എൻ്റെ മോളെ കെട്ടിച്ചു വിട്ട സ്ഥലമുണ്ട് അനന്തപുരി, അവിടെയുള്ള ഒരാൾ ആദർശ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവനെ കൈകാര്യം ചെയ്യണമെന്നും അവൻ എൻ്റെ മോളെ ഒരുപാട് വഴക്കു പറഞ്ഞെന്നും ഒച്ചപ്പാടുണ്ടാക്കിയെന്നും അതുകൊണ്ട് എൻ്റെ മോളുടെ തൃപ്തിക്ക് വേണ്ടി അവനെ കൈകാര്യം ചെയ്യണമെന്നും പിന്നെ വില ബാർഗെയിൻ ചെയ്യുന്നതൊക്കെയാട്ടോ അതിനകത്തുള്ളത്. അതെല്ലാം ഇവരെ മുരുകൻ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നീട് മുരുകൻ വേണുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഫോട്ടോയും കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മുരുകൻ ജയനോട് പറയുന്നുണ്ട്, സാറേ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു, ഇനി സാറ് പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള മാന്യത സാറ് കാണിക്കണം. ഇത് കാണുമ്പോൾ ജയൻ ഞെട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവനാണോ ചെയ്തത്? ഓ, ഇവനായിട്ടുള്ള പണി ഇനി പുറത്തുനിന്ന് ആരും കൊടുക്കണ്ട, ഇത് ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള പണിയാണ്, ഇത് ഉള്ളിൽ തന്നെ തീർത്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട്. ഇത് എൻ്റെ മരുമോളാണ്, എൻ്റെ അനിയൻ്റെ മകൻ കെട്ടിയ ഭാര്യ, ഇവളാണോ ചെയ്തത്? ഇതിനുള്ള പണി വീട്ടിൽ തന്നെ കൊടുത്തോളാം സാറേ എന്നൊക്കെ ജയൻ പറയുന്നുണ്ട് കേട്ടോ. അജയനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണ്. ജയൻ എന്തായാലും പറഞ്ഞ വാക്കൊക്കെ പാലിച്ച് 1 കോടി രൂപയുടെ ചെക്കൊക്കെ മുരുകൻ എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ജയൻ അയാളുടെ എതിരെയുള്ള കേസെല്ലാം പിൻവലിച്ച് അജയനും അനിയും ജയനും ഒക്കെ അവിടുന്ന് പോകുകയാണ്. മുരുകനാണെങ്കിലും കേസൊന്നും ഇല്ലാതായ സന്തോഷത്തിലും ഇനി നല്ല രീതിയിൽ ജീവിക്കാമെന്നുള്ള ആഗ്രഹത്തിലും പോലീസ് സ്റ്റേഷനിൽ നിന്നും പോവുകയാണ്. അങ്ങനെ ജയനും അജയനും നല്ല കട്ട കലിപ്പിൽ വീട്ടിലോട്ട് വരികയാട്ടോ. ഈ സമയത്താണെങ്കിൽ അനാമിക മുറിയിലിരുന്ന് അച്ഛനോട് ആദർശിനെ പറ്റിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് സന്തോഷിച്ച് നല്ല സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. എന്തായാലും വെച്ചാൽ എനിക്ക് സന്തോഷമായി. ഒരാഴ്ച അവൻ അനങ്ങാതെ കിടന്നോളുമല്ലോ. എന്നെ തല്ലാനോങ്ങിയ കൈയല്ലേ, ആ കയ്യ ഒടിഞ്ഞിരിക്കുന്നത്. ഇനി അവന് ചോറൊക്കെ അവൻ്റെ പെണ്ണുമ്പിള്ള വാരി കൊടുക്കണം. എനിക്ക് എന്തായാലും നല്ല സന്തോഷമായി അച്ഛാ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. ജയനും അജയനും അനിയൊക്കെയാണെങ്കിൽ അനാമിക അറിയാതെ പുറകിൽ നിന്ന് വന്ന് നിൽക്കുക കേട്ടോ. അനാമികയാണ് ഇതൊന്നും കാണുന്നില്ല. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ പറയുക, എന്തായാലും അച്ഛാ എനിക്ക് സന്തോഷമായി, ഇനി അവൻ്റെ കൈ എനിക്കെതിരെ പൊങ്ങുകയല്ലോ എന്നൊക്കെ പറയുക കേട്ടോ. ഇനി ആ നവ്യയുണ്ട്, ആ നവ്യയ്ക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാകരുത് വെച്ചാൽ ആ വയറ്റിൽ കടന്നു തന്നെ ആ കുഞ്ഞ് ചത്തുവാണ്. പിന്നെ നയനനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കണം എന്നൊക്കെ അനാമിക സന്തോഷത്തോടെ പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ജയനെയും അജയനെയും അനീനിയാട്ടോ. അജയനാണെങ്കിൽ ആ സമയത്ത് തന്നെ കരണക്കുറ്റി നോക്കിയിട്ട് അനാമികയ്ക്കിട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിൻ്റെ സ്വഭാവം ഇതാ ലേഡി, നീ ഞങ്ങളോട് ചെയ്യുന്നതൊക്കെ കൊള്ളാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛാന്നൊക്കെ അനാമിക വിളിക്കുന്നുണ്ട് കേട്ടോ. മിണ്ടിപ്പോകരുത്, ഇനി അച്ഛാന്ന് നീ എന്നെ മേലെ വിളിച്ചു പോകരുത്. ആദർശിനെ കൊല്ലാൻ നോക്കിയത് നീയും നിൻ്റെ അച്ഛനും അല്ലേ എന്നൊക്കെ നമ്മുടെ അജയൻ പറയുന്നുണ്ട് കേട്ടോ. അയ്യോ അച്ഛാ, എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട്, നീ മിണ്ടിപ്പോകരുത്, ഞങ്ങൾക്ക് എല്ലാത്തിൻ്റെയും തെളിവ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികന്ന് റൂമിൽ നിന്ന് വലിച്ച് പുറത്തോട്ട് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, നിങ്ങളോട് എത്ര കാലമായി ഞാൻ പറയുന്നു ഇവള് ശരിയല്ലാന്ന്, നിങ്ങൾ ആരും വിശ്വസിച്ചില്ല, ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായില്ലേ എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ആദർശവും നയനയും ദേവേനയും എല്ലാം പുറത്തോട്ട് ശബ്ദം കേട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട് കേട്ടോ. ആദർശിനെ കൊല്ലാൻ ശ്രമിച്ചത് ഇവളും ഇവളെ അച്ഛനും ആണെന്നും എല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്, ഇനി മേലെ ഇവിടെ കണ്ടുപോകരുത്, എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പൊക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദേവയാനിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കരുത്, ഇനി ഇവിടെ നിന്ന് നിൻ്റെ കർണക്കുറ്റിക്കറ്റ് ഞാൻ തരും, നീ ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കേട്ട് നമ്മുടെ അനാമിക സങ്കടത്തോടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്.